എല്ലാവർക്കും നമസ്കാരം. ഏതായാലും ഇപ്പോൾ ഗോത്ര കലാപമാണല്ലോ ചർച്ചാ വിഷയം. അത് ഒരു കണക്കിന് നന്നായി. കാരണം ആൾക്കാരെല്ലാം മറന്നിരിക്കുകയും ഒരു വലിയ ക്രൂരമായ ഒരാക്രമണത്തെയും കൂട്ടക്കൊലയെയും തമസ്കരിച്ച് കളയാൻ ശ്രമിക്കുകയും ചെയ്തിരുന്ന ഒരു കലാപത്തെ ഒന്നുകൂടി ചർച്ച ചെയ്യാനും ആൾക്കാർക്ക് ഓർമ്മിക്കാനും ഈ സന്ദർഭം കിട്ടിയത് ഒരു കണക്കിന് നന്നായി. ഇല്ലെങ്കിൽ മറവി രോഗം ബാധിച്ച സാമാന്യ ജനങ്ങൾ, വിശേഷിച്ചും ഹിന്ദുക്കൾ, കൂടുതൽ നുണകൾ വിശ്വസിക്കുവാനും കൂടുതൽ നുണകൾ പ്രചരിപ്പിക്കുവാനും അവർ തയ്യാറാവുമായിരുന്നു, അവർ ഇരയാകുമായിരുന്നു. ഏതായാലും ഒരു കാര്യം, ഈ ഗോത്രകലാപത്തിനെക്കുറിച്ച് ചെറുതായിട്ടെങ്കിലും ഒന്നുകൂടി ഓർമ്മിക്കുന്നത് നല്ലതാണല്ലോ. അത് ഈ കലാപം 2002 നടക്കുമ്പോൾ ഈ എന്താണ് നടന്നത് എന്ന് നമുക്ക് അറിയാം. രാമഭക്തരെ കൂട്ടക്കൊല ചെയ്തതാണ് എന്നുള്ളത് അറിയാം. ഒന്ന് ആലോചിക്കേണ്ടത്, ആ കലാപം എന്നിട്ട് അങ്ങനെ നടക്കാൻ പാടുണ്ടായിരുന്നോ? ഗുജറാത്ത് കലാപം നടന്നത്, ഗുജറാത്ത് കലാപം എന്നാണ് ഇപ്പോൾ ചിലരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യകാലത്ത് എല്ലാവരും അതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതായിരുന്നില്ല, ഗുജറാത്ത് കലാപമല്ല നടന്നത്, ഗോത്ര കലാപമാണ് നടന്നത്. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കുറച്ചു കാലം മുൻപാണല്ലോ കാശ്മീരിൽ ഒരു പെൺകുട്ടി ക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടു. നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോലെ ഈ വാളയാറിലും വണ്ടിപ്പെരിയാറിലും കേരളത്തിൽ വ്യാപകമായി അത്തരം കൊലപാതകങ്ങൾക്ക് പതിവായി നടക്കാറുണ്ട്. പക്ഷേ അങ്ങനെയല്ലാതെ ഒരൊറ്റപ്പെട്ട സംഭവം കാശ്മീരിലൊരു പ്രദേശത്തുണ്ടായപ്പോൾ എന്തെല്ലാം നുണകൾ പറഞ്ഞു. അത് അമ്പലത്തിലാണ് കൊന്നത്, മുസ്ലിം ആയതുകൊണ്ടാണ് കൊന്നത്, പീഡിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് രാജ്യം മുഴുവൻ കലാപം നടത്തി. കത്വയിലെ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടതിൻ്റെ പേരിൽ, കൊല്ലപ്പെട്ടതിൻ്റെ പേരിൽ കമ്മ്യൂണിസ്റ്റുകാരും ജിഹാദികളും ചേർന്ന് കേരളത്തിലും ജിഹാദികൾ ഭാരതമെമ്പാടും വലിയ കലാപങ്ങൾ നടത്തുകയും തീവെപ്പും ആക്രമണങ്ങളും നശിപ്പിക്കലുകളും ഒക്കെ ഉണ്ടായി. അപ്പോൾ അത് വാസ്തവത്തിൽ അത് മതവുമായിട്ടോ അമ്പലവുമായിട്ടോ അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം വിഷയമായിട്ടോ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. ഒരു പറ്റം കശ്മലന്മാർ ഒരു പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നു. അങ്ങനെ കേരളത്തിൽ പതിവായി നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കേരളത്തിൽ പതിവായി നടക്കുന്ന ഒരു കാര്യം കാശ്മീരിൽ നടന്നപ്പോൾ അതിനെ വർഗീയമാക്കി മാറ്റുകയും മതപരമാക്കി മാറ്റുകയും രാജ്യം മുഴുവൻ കലാപം നടത്തുകയും ചെയ്തു എങ്കിൽ, മനഃപൂർവമായി കലാപം നടത്തിയ, കൂട്ടക്കൊല നടത്തിയ ഗോത്രകലാപത്തിനെ തുടർന്ന് കലാപം നടക്കാതിരിക്കും എന്നീ കഴുതകൾ വിശ്വസിച്ചോ? എന്താ അങ്ങനെ വിശ്വസിക്കാൻ കാരണം? സ്വാഭാവികമായിട്ട് അതൊന്നും രണ്ടുമല്ല, മനഃപൂർവമായ ബോധപൂർവമായ കലാപമായിരുന്നു നടന്നത്. 2002 ഫെബ്രുവരി 26 സബർമതി എക്സ്പ്രസ് ഫൈസാബാദിൽ നിന്ന് പുറപ്പെട്ടത്. 4 മണിക്കൂർ ലേറ്റായി പുറപ്പെട്ടതാണ് ആ വണ്ടി. 2300 അയോധ്യയിൽ നിന്നുള്ള 2300 രാമഭക്തന്മാർ, തീർത്ഥാടകർ ആ വണ്ടിയിലുണ്ടായിരുന്നു. 2300ഓളം രാമഭക്തന്മാരുണ്ടായിരുന്നു. അവിടെ ആ ട്രെയിനിൽ ധാരാളം മുസ്ലിങ്ങളും യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് തൊട്ട് മുൻപുള്ള റെയിൽവേ സ്റ്റേഷനിൽ, രാവിലെയാണ് എത്തുന്നത്, വെളുപ്പിനെ എത്തുന്ന സമയത്ത് ആ വണ്ടിയിലുണ്ടായിരുന്ന മിക്കവാറും എല്ലാ മുസ്ലിം യാത്രക്കാരും അതിന് തൊട്ട് മുൻപുണ്ടായിരുന്ന ദാഹോദ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. മുസ്ലിം യാത്രക്കാരായിട്ടുള്ളവരൊക്കെ. ബാക്കി വണ്ടിയിൽ അവശേഷിക്കുന്നത് മുഴുവൻ രാമഭക്തരാണ്, തീർത്ഥാടകർ മാത്രമാണ്. അവർ RSSകാരോ BJPക്കാരോ വിശ്വഹിന്ദു പരിഷത്തുകാരോ ഒന്നുമല്ല. സാധാരണ കൂലിപ്പണിക്കാരും പാവങ്ങളോ അല്ലാത്തവരും ഒക്കെ ആയ ഭക്തജനങ്ങൾ, തീർത്ഥാടകർ മാത്രമാണ്. അതുകൊണ്ട് RSSനെ നേരിടാനല്ല ഇവരെ കൊന്നത്, BJPയെ എതിർക്കാൻ വേണ്ടിയിട്ടല്ല അവരെ ചുട്ടുകൊന്നത്, അല്ലെങ്കിൽ വിശ്വഹിന്ദു പരിഷത്തിനോടുള്ള ശത്രുത കാണിക്കാൻ വേണ്ടിയിട്ടല്ല അവരെ ആക്രമിച്ച് ചുട്ടുകൊന്നത്. ഹിന്ദു വിരോധം കൊണ്ടും ഭീകരവാദം മനസ്സിൽ അള്ളിപ്പിടിച്ച മതത്തിൻ്റെ ക്രൂരമായ ചിന്തകൾ തലച്ചോറിനെ കീഴടക്കിയ അത്തരം മതഭ്രാന്തന്മാരായവർ മനഃപൂർവ്വം ഇവർ ഹിന്ദുക്കളാണ് എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട്, ഇവർ അമ്പലത്തിൽ പോയിട്ട് വരുന്നവരാണ് എന്നൊരൊറ്റ കാരണം കൊണ്ട്, ഇവർ തീർത്ഥാടകരാണ് എന്ന ഒരൊറ്റ കാരണം കൊണ്ടായിരുന്നു ഈ ഗോദ്രയിൽ വെച്ചിട്ട് ഈ ട്രെയിൻ തടഞ്ഞു നിർത്തിയത്. ട്രെയിൻ അവിടെ നിർത്തി അടുത്ത സ്റ്റേഷനിലേക്ക് പുറപ്പെട്ട ഒരു 700 മീറ്റർ പ്ലാറ്റ്ഫോം തീരുന്ന സമയം ആകുമ്പോഴേക്കും ആ വണ്ടി തടഞ്ഞു നിർത്തുകയായിരുന്നില്ല.
നൂറുകണക്കിന് തീവ്രവാദികൾ, മതഭ്രാന്ത് പിടിച്ച നൂറുകണക്കിന് ആൾക്കാർ, ആയിരക്കണക്കിനുണ്ടായിരുന്നു. അതിൽ നൂറുകണക്കിന് ആൾക്കാർ ഈ ചുറ്റിനും നിന്ന് ട്രെയിനിൻ്റെ റെയിൽവേ ലൈനിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് ഈ ബോഗികളിലേക്ക്, രാമഭക്തരുള്ള ബോഗികളിലേക്ക് കല്ലെറിയുകയായിരുന്നു ചെയ്തത്. എന്ന് മാത്രമല്ല, ഗോദ്രയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുന്നേ തന്നെ ഈ ട്രെയിനിൻ്റെ S6-ഉം S7-ഉം തമ്മിലുള്ള ഈ വാക്വം പൈപ്പുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ടാവും. കോച്ചുകൾ തമ്മിൽ അതിന് ഇടയിലൂടെ, കോച്ചുകളുടെ ഇടയിൽ ഒരു വലിയ പൈപ്പ് ഇങ്ങനെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പൈപ്പ് മുറിച്ച് കളഞ്ഞിരുന്നു. എന്തിനായിരുന്നു ഗോദ്രയിൽ വെച്ചിട്ട് ഈ വാക്വം പൈപ്പ് മുറിച്ചത്? എന്തിനായിരുന്നു? ആരായിരുന്നു? എന്തായിരുന്നു അവരുടെ ഉദ്ദേശം എന്നുള്ളത് ആലോചിക്കേണ്ടതല്ലേ? തീർന്നില്ല. ഈ വണ്ടി 700 മീറ്റർ നീങ്ങുമ്പോഴേക്കും അത് എറിഞ്ഞ് ക്രൂരമായ കല്ലേറുണ്ടായി. ആ നൂറുകണക്കിന് ആൾക്കാർ എറിഞ്ഞു. പ്രത്യേകിച്ചും S5, S6, S7 എന്നീ കോച്ചുകളിലേക്കാണ് ഈ കല്ലുകൾ എറിഞ്ഞത്. മാത്രമല്ല, ആ 3 ബോഗികളിലേക്ക്, അതിലായിരുന്നു കൂടുതൽ ആൾക്കാർ, ഭക്തജനങ്ങൾ ഉണ്ടായിരുന്നത്. ആ ബോഗികളിലേക്ക് ബോംബെറിയുകയും കല്ലെറിയുകയും പെട്രോൾ ബോംബ് എറിയുകയും ചെയ്തു. അങ്ങനെയാണത് തീ പിടിപ്പിച്ചത്. അതിനു മുമ്പ് തന്നെ ഈ കോച്ചുകൾക്കുള്ളിലേക്ക് മണ്ണെണ്ണയിലും പെട്രോളിലും മുക്കിയ തുണികളും മറ്റു വസ്തുക്കളും ജനലിലൂടെയും വാതിലിലൂടെയും അതിനുള്ളിലേക്ക് ഇട്ടിരുന്നു. അതിനുള്ളിലേക്കാണ് പെട്രോൾ ബോംബ് എറിഞ്ഞത്. ആ പെട്രോൾ ബോംബ് പൊട്ടിയാണ് അതിനുള്ളിൽ തീ പടർന്നത്. പുറത്തേക്ക് ചാടാൻ ശ്രമിച്ച ആൾക്കാരെ, പാവങ്ങളായ ആ മനുഷ്യരെ പുറത്തു നിന്ന് കുത്തിയും വാളുകൊണ്ട് വെട്ടിയും കല്ലുകൊണ്ട് എറിഞ്ഞും പുറത്തിറങ്ങാൻ കഴിയാത്ത തരത്തിൽ കുറേ പേര് വെട്ടേറ്റും മുറിവേറ്റും പുറത്തേക്ക് വീണു. അത്രക്കാർ ഗുരുതരമായ പരിക്കേറ്റു, പലരും മരിച്ചു. പിന്നീട് കൂടുതൽ പേരും ആശുപത്രികളിലായി. ഈ ഒരു തരത്തിലും ഇറങ്ങാൻ പറ്റാതെ ഈ വാതിൽ അടച്ചു പിടിച്ചുകൊണ്ട് നടത്തിയ ഈ ക്രൂരമായ ആക്രമണത്തിൽ ഈ പറയുന്ന S7 കോച്ച് പൂർണ്ണമായും കത്തി എരിഞ്ഞ് അടങ്ങി. അതിൽ 58 ശരീരങ്ങളാണ് കത്തിക്കരിഞ്ഞ് റെയിൽവേ ഈ കോച്ചിനുള്ളിലെ സീറ്റിൽ ഇരിക്കുന്ന പടി, കിടക്കുന്ന പടി, വളഞ്ഞു നിൽക്കുന്ന പടിയിലൊക്കെ 58 ശരീരങ്ങൾ, കത്തിക്കരിഞ്ഞ ശരീരങ്ങളുണ്ടായിരുന്നു. ഒരു ഏതാനും 4-5 പേരുടെ ഗുണ്ടായിസം കൊണ്ട് കൊല്ലപ്പെട്ട ഒരു കുട്ടിയുടെ കേസ് പോലെ അല്ല ഇത്. പിന്നെയോ മനഃപൂർവമായി ആയിരക്കണക്കിന് ആൾക്കാർ ഒന്നിച്ചു ചേർന്ന്, അതിൽ കുട്ടികളുണ്ട്, അതുപോലെയുള്ള വലിയ വലിയ ആൾക്കാരുമുണ്ട്, നേതാക്കന്മാരുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു നേതാവിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇത് നടന്നത്. അത് ഞാൻ വഴിയെ പറയാം. അങ്ങനെ നടന്ന മുനിസിപ്പൽ കൗൺസിലറായിരുന്ന കോൺഗ്രസ് നേതാവിൻ്റെ നേതൃത്വത്തിലാണ് ഈ കലാപങ്ങൾ മുഴുവൻ നടന്നത്. അപ്പോൾ ഒരു ക്രൂരമായ 4-5 പേര് ചേർന്ന് ക്രൂരമായി ബലാത്സംഗം ചെയ്തൊരു കുട്ടിയെ കൊല്ലുന്ന ക്രിമിനൽ കുറ്റം മാത്രമല്ല ഇത്. മതഭ്രാന്ത് പിടിച്ചവന്മാരുടെ തലച്ചോറിൽ മുഴുവൻ ഈ മതം അടിച്ചു കയറ്റി അതുകൊണ്ട് ഭ്രാന്തളകിയ ആയിരക്കണക്കിന് ആൾക്കാർ ചുറ്റിനും കൂടുകയും നൂറുകണക്കിന് ആൾക്കാർ കല്ലെറിയുകയും അനേകം ആൾക്കാർ ഈ കോച്ചിനുള്ളിലേക്ക് പെട്രോൾ ബോംബും മറ്റ് സ്ഫോടക വസ്തുക്കളും എറിഞ്ഞ് അത് പൊട്ടിത്തെറിച്ചിട്ടാണ് ഇതിനുള്ളിൽ 58 കത്തിക്കരിഞ്ഞ ശരീരങ്ങൾ. അതിൽ 26 സ്ത്രീകളുടെ ശരീരങ്ങളായിരുന്നു. എന്ത് കാര്യത്തിന്? 26 ആൾക്കാരിൽ 26 സ്ത്രീകളായിരുന്നു. അവരെ ചുട്ടുകൊന്നിട്ട് എന്ത് നേടാൻ വേണ്ടിയായിരുന്നു? എന്ത് കാരണത്തിന് വേണ്ടിയായിരുന്നു? അവർ ചെയ്ത തെറ്റെന്താണ്? അവർ അമ്പലത്തിൽ പോയതാണ്? അവർ ഹിന്ദുക്കളായതാണോ തെറ്റ്? എന്നിട്ട് ഗുജറാത്ത് കലാപം എന്ന് പറഞ്ഞുകൊണ്ട് ഗോഗോ വിളിച്ച് നടക്കാൻ നാണമില്ലേ? ആ 26 കുട്ടികൾ, സ്ത്രീകൾ പോരാ, 12 കുട്ടികളാണ് അതിനുള്ളിൽ. അയോധ്യയിലെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വരുന്ന 26 സ്ത്രീകളും 12 കുട്ടികളും അടക്കം ആണ് 58 പേര്. ഈ 12 കുട്ടികളെ, ഒരു കുഞ്ഞിനെ ക്രൂരന്മാരായ ഗുണ്ടകൾ കൊന്നപ്പോൾ നടത്തിയ ആക്രമണം പോലെ ചെയ്യുകയായിരുന്നെങ്കിൽ ഈ 12 കുട്ടികളെ ഈ ബോഗിക്കുള്ളിൽ തടഞ്ഞു നിർത്തി കത്തിച്ചു കൊല്ലുമ്പോൾ ആ കൊന്ന ആൾക്കാരെ, അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്ന കോടാനുകോടി ആൾക്കാർ, രാജ്യം മുഴുവൻ കലാപം നടത്തണ്ടേ?
ഒരു കത്വയുടെ പേരിൽ രാജ്യം മുഴുവൻ കലാപം നടത്തിയെന്നാൽ ഈ 12 കുട്ടികളുടെ 26 സ്ത്രീകളുടെയും 58 ആൾക്കാരുടെ മറ്റ് ക്രൂരമായ ആക്രമണത്തിനിരയായ ആൾക്കാരുടെ പേരിൽ പറഞ്ഞ രാജ്യം മുഴുവൻ, ഗുജറാത്തിലല്ലായിരുന്നു കലാപം. അങ്ങനെയാണ് അവരുടെ രീതി വെച്ച് നോക്കിയാൽ ഗുജറാത്തിൽ മാത്രമല്ലല്ലോ നടക്കേണ്ട, രാജ്യം മുഴുവൻ കത്തിക്കാളണ്ടേ. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്നാണെങ്കിൽ മറുപക്ഷത്ത് ഹിന്ദുക്കളാണ് എന്നുള്ളത് കൊണ്ടാണ് അത്തരം ഈ രാജ്യം മുഴുവൻ കലാപം ഉണ്ടാകാതിരുന്നത്. പക്ഷേ ഇത് നേരിട്ട് കാണുകയും അനുഭവിക്കുകയും അവരുടെ തന്നെ കുടുംബങ്ങളിലുള്ളവർ ഇത്രയും ക്രൂരമായി ആക്രമണത്തിനിരയാവുകയുമാണ് ചെയ്തത്. ഇതാണ് ഗോത്രകലാപം എന്ന് പറയുന്നത്. 43 പേര് മുറിവേറ്റും പരിക്കേറ്റും തീപ്പൊള്ളലേറ്റും ആശുപത്രികളിലായി. 12.5 അതുപോലെ തന്നെ S6 58 പേര് ആണ്, അതിനുള്ള വേറെ 43 പേര് പരിക്കേൽക്കുകയും ചെയ്തു. ഇതാണ് നടന്നത്. അത് ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഒരു കത്വയുടെ പേരിൽ രാജ്യം മുഴുവൻ കലാപം നടത്തിയെങ്കിൽ ഈ 58 പേരെ, അതിൽ 12 കുട്ടികളെ 26 സ്ത്രീകളെ ഇത്ര ക്രൂരമായി കത്തിക്കരിച്ച് കൊല്ലുമ്പോൾ എത്ര ലക്ഷം ആൾക്കാർക്ക് നേരെ ആക്രമണം ഉണ്ടാകേണ്ടതായിരുന്നു രാജ്യത്ത്. എന്തുകൊണ്ടത് ഉണ്ടായില്ല എന്നായിരുന്നു ചർച്ച ചെയ്യേണ്ടിയിരുന്ന മാധ്യമങ്ങൾ. എന്തുകൊണ്ടത് ചെയ്തില്ല ഹിന്ദുക്കൾ എന്നുള്ളതാണ് പഠിക്കേണ്ടത്, അല്ലാതെ ഗുജറാത്ത് കലാപം എന്നല്ല. എന്നിട്ട് ഈ കഴുതകളെല്ലാം കൂടെ പറഞ്ഞു നടന്ന ഒരു നുണയെന്താണ്? ഗർഭിണിയുടെ വയറ് പിളർന്നു എന്ന്. ഗർഭിണിയുടെ വയറ് പിളർന്നു എന്നുള്ളത് നേരാ, പക്ഷേ അത് ഗുജറാത്തിലല്ല. അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നോളം അത് എവിടെയാണെന്നും കൂടി പറയാൻ പറ്റിയിട്ടില്ല. കാരണം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഈ കലാപത്തിൻ്റെ ഇടയിൽ അവർ പ്രചരിപ്പിച്ച ഒരു നുണയായിരുന്നു ഗർഭിണിയുടെ വയറ് പിളർന്നിട്ടുണ്ട്. അത് എപ്പോഴാണെന്ന് അറിയാമോ? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 1921 മാപ്പിള കലാപകാലത്ത് മലബാറിലാണ് നടന്നത്. ഇന്നത്തെ മലപ്പുറം ജില്ലയിൽ ഏറനാട് വള്ളുവനാട് പ്രദേശത്തായിരുന്നു ഈ കലാപം. ഏറനാട് താലൂക്കിലായിരുന്നു. അതിൽ തേഞ്ഞിപ്പലം എന്ന് പറയുന്ന, ഇന്നത്തെ നമ്മുടെ കോഴിക്കോട് യൂണിവേഴ്സിറ്റി ഇരിക്കുന്ന സ്ഥലമാണ് തേഞ്ഞിപ്പലം. അതിൻ്റെ പടിഞ്ഞാറ് വശമാണ് വള്ളിക്കുന്ന്. ട്രെയിനിൽ പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ട്. വള്ളിക്കുന്ന് ഒരു ചെറിയൊരു റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട്. ആ വള്ളിക്കുന്ന് അംശത്തിലാണ് നടന്നത് മാപ്പിളക്കലാപകാലത്ത് ഗർഭിണിയെ കൊന്നത്. അത് ഞാൻ പറയുന്നതിന് പകരം കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കെ മാധവൻ നായരുണ്ട്. ആദ്യത്തെ KPCC സെക്രട്ടറിയാണ്, കേരളത്തിലെ ആദ്യത്തെ KPCC സെക്രട്ടറി. അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ വായിക്കാം. മണ്ണൂരിലെ, ഇതിനടുത്ത് ഈ തേഞ്ഞിപ്പലത്തിനടുത്തുള്ള സ്ഥലം, മണ്ണൂരിലെ അക്രമങ്ങൾ കഴിഞ്ഞതിന് ശേഷം അതിന് തെക്കുള്ള വള്ളിക്കുന്ന് അംശത്തിലേക്കാണ് പോയത്. അവിടെ 100 വീടുകളിലധികം തീ വെച്ച് നശിപ്പിച്ചു. അധികാരിയും ജന്മിയുമായ തിരുത്തിക്കളത്തിൽ നമ്പിയുടെ വീട് കത്തിച്ചു ഭസ്മമാക്കി. സ്ത്രീകളും മറ്റും കൂടി രക്ഷ പ്രാപിച്ച സമയത്ത് പിടിച്ചു നിർത്തി. പുരുഷന്മാരെ വേർതിരിച്ച് നിർത്തി വെട്ടി പുഴയിലിടുകയായിരുന്നു ചെയ്തത്. ഈ സംഭവത്തിൽ മരണപ്പെട്ട 40 ഹിന്ദുക്കളുടെ ശവം താൻ തന്നെ സ്വന്തമായി എണ്ണി എന്ന് വിശ്വസ്തനായ ഒരാൾ കേരള പത്രാധിപരോട് പറഞ്ഞതായി ആ പത്രത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ 7 മാസം ഗർഭമുള്ള ഒരു സ്ത്രീയുടെ ശവവും ഉണ്ടായിരുന്നു. സ്ത്രീയുടെ വയറ്റത്ത് വിലങ്ങനെ ഒരു വെട്ടിയത് നിമിത്തം വയറ് കീറി കുട്ടി പുറത്തായി ചത്തുകിടക്കുകയായിരുന്നു. അതാണ് ഗർഭിണിയുടെ വയറ് പിളർന്നത്. അത് ഗുജറാത്തിലല്ല, കേരളത്തിലാണ്. ഈ ജിഹാദികൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും പറയാൻ ധൈര്യമുണ്ടോ ഈ സംഭവം വിളിച്ചു പറയാൻ? എന്ന് മാത്രമല്ല, അതുപോലെ തന്നെ ക്രൂരമായ മറ്റൊന്നുകൂടി ചെയ്തു. ഒരു ഹിന്ദു സ്ത്രീയുടെ മടിയിലിരുന്ന 6 മാസം പ്രായമായ കുഞ്ഞ് പാല് കുടിക്കുകയായിരുന്നു. കൈക്കുഞ്ഞ് മുല കുടിക്കുമ്പോൾ ഒരു മാപ്പിള ഈ കുഞ്ഞിനെ തട്ടിയെടുത്ത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന വാള് കൊണ്ട് വെട്ടി 2 കഷണങ്ങളാക്കി ആ അമ്മയുടെ മുന്നിലേക്ക് എറിഞ്ഞുകൊടുത്തു. കെ മാധവൻ നായരുടെ മലബാർ കലാപം എന്ന പുസ്തകം മാതൃഭൂമിയാണ് പബ്ലിഷ് ചെയ്തത്. അതിൽ 1987 എഡിഷനിൽ 248 പുറത്തിൽ ഈ സംഭവം വിശദീകരിക്കുന്നുണ്ട്. ഗർഭിണിയുടെ വയറ് പിളർന്നത് കേരളത്തിലെ മാപ്പിളമാരാണ്. ഹിന്ദു സ്ത്രീയുടെ, ഗർഭിണിയായ സ്ത്രീയുടെ വയറ്റത്ത് വെട്ടിയിട്ടാണ് ഈ കുഞ്ഞ് പുറത്തേക്ക് വന്നത്. മറ്റൊരു 6 മാസം കൈക്കുഞ്ഞിനെ വെട്ടി കഷണമാക്കിയ യുവതിയായ അമ്മയുടെ നേരെയൊക്കെ എറിഞ്ഞ ചരിത്രം ഈ കേരളത്തിൽ നിൽക്കെയാണ്
ഈ കള്ളന്മാർ, ഈ നീചന്മാർ, ഈ ക്രൂരന്മാർ, ഈ ജിഹാദികളും കമ്മ്യൂണിസ്റ്റുകാരും ഈ നുണ പറഞ്ഞ് കേരളത്തിലെ സാമാന്യ ജനങ്ങളെ പറ്റിച്ചത്. ഇത്രയും കാലം പറ്റുമായിരുന്നു ഈ പറ്റിക്കലൊക്കെ. ഈ സോഷ്യൽ മീഡിയയും ചരിത്രമൊക്കെ പുറത്തേക്ക് വരുന്നിടം വരെ കമ്മ്യൂണിസ്റ്റുകാരുടെ കള്ളത്തരം മാത്രമേ നാട്ടുകാർക്ക് വിശ്വസിക്കാൻ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. ഇപ്പം വസ്തുതകൾ ഒന്നൊന്നായി പുറത്തു വരികയാണ്. ഗുജറാത്ത് കലാപം അല്ല നടന്നത്, ഗോത്ര കലാപമാണ്. അതും അനേകം ആൾക്കാരെ ക്രൂരമായി ആക്രമിച്ചിട്ടാണ്, ചുട്ടുകളഞ്ഞതാണ്. 12 കുട്ടികളെ ചുട്ട് കരിച്ചിട്ടാണ്, 26 സ്ത്രീകളെ ചുട്ട് കരിച്ചിട്ടാണ്, 58 പേരെ അതിനീചമായി തീ വെച്ച് കൊന്നതിൻ്റെ ഭാഗമായി നടന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെടുമായിരുന്ന ഒരു വലിയ പ്രശ്നത്തെ അത്രയൊന്നും സംഭവിക്കാതെ അന്നത്തെ ഗുജറാത്ത് ഗവൺമെൻറ് അടിച്ചമർത്തിയത് കൊണ്ടാണ് ഏതാനും ആയിരങ്ങൾ 2 പക്ഷത്തും മാത്രം കൊല്ലപ്പെട്ട് അവസാനിച്ചത്. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെയോ ജിഹാദികളുടെയോ കണക്കനുസരിച്ച് രാജ്യത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെടേണ്ടിയിരുന്ന ഒരു കലാപമായിരുന്നു ഗോത്ര കലാപം. ആ ഗോത്ര കലാപത്തെക്കുറിച്ച് ഏതായാലും എല്ലാവരും ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഒപ്പം മാപ്പിള കലാപത്തിലെ ഗർഭിണിയുടെ വയറ് പിളർന്നതും. ഒരു കാര്യവും കൂടി പറയാം, RSSകാരനല്ലാത്ത ഒരാൾ എഴുതിയത്, ഇപ്പോഴല്ല, അന്ന് എഴുതിയതാണ്. 2002 ഏപ്രിൽ കലാപം നടക്കുമ്പോൾ, ആ കലാപത്തിന് ഫെബ്രുവരിയിലാണല്ലോ കലാപം, അതിന് തൊട്ടടുത്ത 1.5 മാസം കഴിഞ്ഞ് ഏപ്രിൽ 20 2002 ഏപ്രിൽ 20 ശനിയാഴ്ച മാതൃഭൂമി പത്രത്തിൽ ഈ പറയുന്ന ഇന്നത്തെ ജിഹാദികളെയും കമ്മ്യൂണിസ്റ്റുകാരുടെയൊക്കെ അട്ടിപ്പേർ അവകാശം നടത്തിക്കൊണ്ടിരിക്കുന്ന മാതൃഭൂമി പത്രത്തിൽ ഒരു ജോർജ് ജോസഫ് എഴുതിയ ഒരു കത്ത് ഞാൻ വായിക്കാം. കഴിഞ്ഞ 12 കൊല്ലമായി ഗുജറാത്തിലെ ഗോദ്രയിൽ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് ഒരു കച്ചവടം നടത്തുകയാണ് ഞാൻ. തുടർച്ചയായി പത്രങ്ങളിലൂടെയും പ്രസ്താവനകളിലൂടെയും കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് എഴുതുന്നത്. ഗോദ്ര സംഭവത്തിൻ്റെ ദൃക്സാക്ഷിയാണ് ഞാൻ. ഗോദ്രയെക്കുറിച്ച് പറയുമ്പോൾ വർഷങ്ങളായി മതസ്പർദ്ധ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവുമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെയധികം ഭയന്നു കഴിയുന്ന സ്ഥലവുമാണ്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ഭയന്ന് കഴിയുന്നു. ആര്? ക്രിസ്ത്യാനിയായ ജോർജ് ജോസഫ്. ഹിന്ദുക്കൾ മാത്രമല്ല. കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥ് പറഞ്ഞില്ലേ, ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു മുസ്ലിമേ ഉള്ളെങ്കിൽ അവർ സുരക്ഷിതരായിരിക്കും. പക്ഷേ മുസ്ലിങ്ങളുടെ ഇടയിൽ ഹിന്ദുക്കൾ, ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളുടെ ഇടയിൽ ഹിന്ദുക്കൾ സുരക്ഷിതരാവുന്നില്ല എന്ന് ജോർജ് ജോസഫ് ആണ് പറയുന്നത്. ഗോദ്രയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജോർജ് ജോസഫാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെയധികം ഭയന്ന് കഴിയുന്ന സ്ഥലമാണ്. ഇന്ത്യയിൽ എവിടെ വർഗീയ പ്രശ്നമുണ്ടായാലും അതിൻ്റെ പ്രതിഫലനം അവിടെ ഉണ്ടാകാറുണ്ട്. ഗോദ്ര സംഭവത്തിൻ്റെ പ്രധാന പ്രതി എന്നറിയപ്പെടുന്ന കോൺഗ്രസ് കൗൺസിലർ ഒരു 1-ാം തരം ഗുണ്ടയാണ്. അയാളുടെ പിണിയാളുകൾ സ്റ്റേഷൻ പരിസരത്ത് നടത്തിയിരുന്ന അഴിഞ്ഞാട്ടങ്ങൾ പലതും നേരിൽ കണ്ടിട്ടുള്ളയാളാണ് ഞാൻ. എതിർക്കാനോ പരാതിപ്പെടാനോ നിന്നിരുന്നെങ്കിൽ ഈ കത്തെഴുതാൻ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല. സബർമതി എക്സ്പ്രസ് ആക്രമിക്കാനുള്ള പദ്ധതി മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണ്. അതിൻ്റെ തയ്യാറെടുപ്പുകൾ ആഴ്ചകൾക്ക് മുൻപ് തന്നെ ഉണ്ടായിരുന്നതാണ്. മനുഷ്യനായി പിറന്ന ആർക്കും കണ്ടു നിൽക്കാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് അന്നുണ്ടായത്. സംഭവം നടക്കുന്ന ദിവസം ആയിരക്കണക്കിന് ആളുകൾ ബാബറി മസ്ജിദിന് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ച് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുണ്ടായിരുന്നു. ആയിരക്കണക്കിന് കലാപകാരികൾ ഈ ട്രെയിൻ തീവെക്കുവാനും ആക്രമിക്കാനും വേണ്ടി കാലേകൂട്ടി തയ്യാറായി വന്നു നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ബാബറിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് അവരെ നിയന്ത്രിക്കാൻ പോലീസിനായില്ല? കാരണം മേൽപ്പറഞ്ഞ കോൺഗ്രസ് കൗൺസിലർ തന്നെ ആയിരുന്നു. പോലീസിന് പോലും അയാളെ തൊടാൻ ധൈര്യമുണ്ടായിരുന്നില്ല. കാരണം രാഹുൽ ഗാന്ധിയുടെ കാരണവന്മാരും മുൻഗാമികളും എല്ലാം, കോൺഗ്രസ് നേതാക്കന്മാരും ഭരണാധികാരികളും എല്ലാം ഈ ഗുണ്ടായുസത്തിനും ഭീകരവാദത്തിനും പിന്തുണയായിരുന്നു. ഹിന്ദുക്കളെ കൊല്ലാൻ അവർ പിന്തുണയായിരുന്നു. സിഖുകാരെ കൂട്ടക്കൊല ചെയ്ത ചരിത്രം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. കോൺഗ്രസ് അത്തരമൊരാളായിരുന്നു. കോൺഗ്രസ് നേതാവ് തന്നെ ആയിരുന്നു. ഈ പറയുന്ന നേതാവ് കോൺഗ്രസിൻ്റെ കൗൺസിലർ തന്നെ ആയിരുന്നു. കത്തിയെരിയുന്ന ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്നും വെപ്രാളത്തോടെ വെളിയിൽ ചാടിയവരെ ട്രാക്കിലുള്ള കല്ലുകൾ എടുത്തെറിഞ്ഞു വീഴ്ത്തി.
കൊച്ചുകുട്ടികളെ പോലും വെറുതെ വിട്ടില്ല. സംഭവസ്ഥലത്ത് അധിക നേരം നിൽക്കാൻ സാധിക്കാത്തതിനാൽ ഞാൻ ജീവനും കൊണ്ട് ഓടുകയായിരുന്നു. ഇത്രയും നിഷ്ഠൂരമായ പ്രവൃത്തി ചെയ്തവരെ ശക്തമായ ഭാഷയിൽ അപലപിക്കാനോ അവരുടെ തനിനിറം വെളിച്ചത്ത് കൊണ്ടുവരാനോ കോൺഗ്രസ് തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? ദൃക്സാക്ഷിയായ ഞങ്ങളെ എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഒഴിവാക്കുന്നു? ആലോചിക്കണം. മാധ്യമങ്ങൾ ഇവരെ ഒന്നും അല്ല അഭിമുഖം നടത്തിയത്. ഇല്ലാത്ത സ്ഥലത്തെ ഗർഭിണിയുടെ പേര് പറഞ്ഞ് കൂലിക്കെടുത്ത ചില ആൾക്കാരെ കൊണ്ട് മൊഴി കൊടുപ്പിച്ച് അത് രാജ്യം മുഴുവൻ പ്രചരിപ്പിക്കുകയായിരുന്നു, ലോകം മുഴുവൻ പ്രചരിപ്പിക്കായിരുന്നു. ദൃക്സാക്ഷികളുടെ മൊഴി എടുത്തിട്ടില്ല. എല്ലാം വോട്ടിനു വേണ്ടി മാത്രം. ഗുജറാത്ത് പ്രശ്നങ്ങൾ കഴിയുന്നത് വരെ അവിടേക്ക് പോകാൻ ഞാൻ തയ്യാറല്ല. ഇദ്ദേഹം അപ്പോഴേക്കും ഓടി മറ്റു ദൂരസ്ഥലത്ത് രക്ഷപ്പെട്ടിരിക്കുകയാണ്. കാരണം ഗോദ്രയിൽ മുസ്ലിങ്ങൾക്ക് മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അത് അനുഭവിച്ചറിഞ്ഞ ആളാണ് ഞാൻ. വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മുൻവിധി നന്നല്ല, യഥാർത്ഥ പ്രശ്നങ്ങൾ അന്വേഷിച്ചറിയണം. എന്തിൻ്റെ പേരിലായാലും ട്രെയിൻ യാത്രക്കാരെ മണ്ണെണ്ണയും പെട്രോളും ഒഴിച്ച് കത്തിച്ചവരെ ന്യായീകരിക്കാൻ വരെ തയ്യാറായവർ ഗോദ്രയിൽ ഉണ്ടായിരുന്നു. ഇത്രയും എഴുതാൻ കാര്യം ഒരു മാധ്യമത്തിലും യഥാർത്ഥ പ്രശ്നങ്ങളെ കാണാൻ സാധിച്ചില്ല. ഇനിയെങ്കിലും ജാതിയും മതവും നോക്കാതെ യഥാർത്ഥ പ്രശ്നങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ മാതൃഭൂമിയെപ്പോലുള്ള നിർഭയ മാധ്യമങ്ങൾ മുന്നോട്ട് വരണം. ജോർജ് ജോസഫ് പാഴൂരുകാരനായ ജോർജ് ജോസഫ് 12 കൊല്ലമായി അവിടെ ഗോദ്രയിൽ താമസിക്കുകയാണ്. കച്ചവടവും ഒക്കെ ആയിട്ട് താമസിക്കുകയാണ്. ആ മനുഷ്യൻ നേരിട്ട് അനുഭവിച്ച ഗോത്രകലാപത്തിന് മുന്നേ ഉള്ള പീഡനങ്ങളും ആക്രമണങ്ങളും ഉണ്ടായി കണ്ടനുഭവിച്ചതാണ് എഴുതിയിരിക്കുന്നത്. ഈ ഗോത്രകലാപത്തിനെ ആണോ നിങ്ങൾ ന്യായീകരിക്കുന്നത്? ഈ ഗോത്രകലാപം നടത്തി ആയിരക്കണക്കിന് കലാപകാരികളെ, വർഗീയവാദികളെ, ജിഹാദികളെ സംരക്ഷിക്കലാണോ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും കോൺഗ്രസ്സുകാരൻ്റെയും തൊഴിൽ? 4 വോട്ടിനു വേണ്ടി ഏത് ക്രൂരതകളെയും ന്യായീകരിക്കുകയും ഏത് ഹീനന്മാരുടെയും മൂട് താങ്ങുകയും ചെയ്യുന്ന ഈ തരംതാണ പണി ജിഹാദികളുടെ മൂടിൽ താങ്ങി പിടിച്ചു കൊടുക്കാനും മാത്രം തകർത്ത നാണം കെട്ട പ്രസ്ഥാനമായി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാറിയതിൽ സഹതപിക്കുക, അവർക്ക് വോട്ട് ചെയ്യുകയും അവരുടെ പാർട്ടിയിൽപ്പെട്ടവരാണ് തങ്ങളെന്ന് കണക്കാക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് അല്പമെങ്കിലും ലജ്ജയുണ്ടെങ്കിൽ, അല്പമെങ്കിലും മാന്യതയുണ്ടെങ്കിൽ, അല്പമെങ്കിലും മനുഷ്യത്വമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വൃത്തികെട്ട രാഷ്ട്രീയക്കാരെ തള്ളിക്കളയണം. വോട്ടിനു വേണ്ടി ഈ ക്രൂരമായ വർഗീയതകളെ സൃഷ്ടിക്കുകയും വളർത്തുകയും പടർത്തുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസ്സുകാരെയും നിങ്ങൾ തള്ളിക്കളഞ്ഞാൽ ഈ ജിഹാദികൾ തനിയെ പത്തി മടക്കും. അവർക്ക് സർക്കാരിൻ്റെ ഇല്ലെങ്കിൽ നിലനിൽക്കാൻ കഴിയില്ല. വർഗീയവാദികൾക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയില്ലെങ്കിൽ നിലനിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഭീകരവാദത്തെ, വർഗീയവാദത്തെ, സംഘർഷങ്ങളെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത്രയും കാലം നമ്മളെ പറഞ്ഞു പറ്റിച്ച ഈ ജിഹാദികളെയും അവരെ പിന്തുണയ്ക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ തനിനിറം തിരിച്ചറിയുകയും ചെയ്യാൻ ഗോത്രകലാപത്തിൻ്റെ സത്യാവസ്ഥ എന്ത് എന്ന് മനസ്സിലാക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.